എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രി ഈ സ്ഥലത്ത് ഈ സഭയിൽ വന്ന് ഇന്ന് രാത്രി കർത്താവിനെ സാക്ഷിപ്പാൻ ദൈവം തന്ന വിലപ്പെട്ട അവസരങ്ങൾക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. തുടർന്ന് ദൈവവചനത്തിൽ നിന്ന് ഇന്ന് രാത്രി ശാന്തമായിട്ട് ചില കാര്യങ്ങൾ ചിന്തിക്കാം. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അതിനാധാരമായിട്ട് വളരെ പരിചിതമായ വേദശകലമാണ് ഇവിടെ വായിച്ച് കേട്ടത്. ഒരിക്കൽ കൂടി വായിച്ച് സഹായിക്കണം. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ പ്രാരംഭവാക്യമാണ്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പീൻ. ദൈവത്തിൽ വിശ്വസിപ്പീൻ. എന്നിലും വിശ്വസിപ്പീൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങൾ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളൂ. അതിന്റെ പ്രാരംഭ വാക്യം നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. കലങ്ങിപ്പോകരുത്. കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഒരിക്കൽ കൂടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ആദ്യം മുതൽ പിതാവിൻ ശ്രീതങ്ങിടും മടിയിൽ, ആദ്യം മുതൽ പിതാവിൻ ശ്രീതങ്ങിടും മടിയിൽ വിധമയാമിരുന്ന ചേതോകരാത്മജനെ, വിധമയാമിരുന്ന ചേതോകരാത്മജനെ, യേശുനായക വാഴ്ക ജീവനായക നിരന്തം, യേശുനായക വാഴ്ക ജീവനായക നിരന്തം. ആദി മുതൽ പിതാവിൻ ശ്രീതങ്ങിടും മടിയിൽ, ആദി മുതൽ പിതാവിൻ ശ്രീതങ്ങിടും മടിയിൽ വിധമയാമിരുന്ന ചേതോകരാത്മജനെ, വിധമയാമിരുന്ന ചേതോകരാത്മജനെ, യേശുനായക വാഴ്ക ജീവനായക നിരന്തം, യേശുനായക വാഴ്ക ജീവനായക നിരന്തം. അഞ്ചപ്പവും ചെറുമീൻ രണ്ടും എടുത്തു വാഴ്ത്തി, അഞ്ചപ്പവും ചെറുമീൻ രണ്ടും എടുത്തു വാഴ്ത്തി, 5000 സംതൃപ്തിയേകിയോരു, 5000 സംതൃപ്തിയേകിയോരു, യേശുനായക വാഴ്ക ജീവനായക നിരന്തം, യേശുനായക വാഴ്ക ജീവനായക നിരന്തം. അഞ്ചപ്പവും ചെറുമീൻ രണ്ടും എടുത്ത് വാഴ്ത്തി, അഞ്ചപ്പവും ചെറുമീൻ രണ്ടും എടുത്ത് വാഴ്ത്തി, 5000 സംതൃപ്തിയേകി, 5000 സംതൃപ്തിയേകിയോരു, യേശുനായക വാഴ്ക ജീവനായക നിരന്തം, യേശുനായക വാഴ്ക ജീവനായക നിരന്തം, യേശുനായക വാഴ്ക ജീവനായക നിരന്തം. ഒരിക്കൽ കൂടി കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കാം. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ പ്രാരംഭവാക്യമാണ് ചിന്തയ്ക്ക് അടിസ്ഥാനമായി വായിച്ചത്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ഇന്ന് രാത്രി ദൂരത്തിരുന്ന് പല ആൾക്കാരും ഉച്ചഭാഷണിയിൽ കൂടി ഈ യോഗം ശ്രദ്ധിക്കുന്നത് കൊണ്ട് ഇത് ഹാളിനകത്താണ് നമ്മൾ ഇരിക്കുന്നെങ്കിലും വെളിയിലുള്ള പ്രിയപ്പെട്ടവരും ഈ യോഗം ശ്രദ്ധിക്കുകയും ശ്രവിക്കുന്നുണ്ടല്ലോ. ദൈവം അവരെയും ഈ ദേശനിവാസികളെയും അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ആ നിലയിൽ ചില കാര്യങ്ങൾ ദൈവവചനത്തിൽ നിന്ന് ശാന്തമായിട്ട് നമുക്ക് ചിന്തിക്കാം. യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 14-ാം അധ്യായത്തിന്റെ പ്രാരംഭവാക്യമാണ്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. കർത്താവാകുന്ന യേശു ക്രിസ്തു തൻ്റെ അരുമ ശിഷ്യന്മാരോട് പറയുന്ന ഭാഗമാണ് നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. സത്യമായെന്നിലും നിത്യപിതാവിലും, സത്യമായെന്നിലും നിത്യപിതാവിലും സത്യമായി വിശ്വസിപ്പി,
സന്തതവും നിങ്ങൾ സത്യമായി വിശ്വസിപ്പീൻ. സന്തതവും നിങ്ങൾ ചിത്തം കലങ്ങിടൊല്ല പോയി വരും ഞാൻ. നിന്റെ ചിത്തം കലങ്ങിടൊല്ല പോയി വരും ഞാൻ. പോയി വരും ഞാൻ, പോയി വരും ഞാൻ. നിന്റെ ചിത്തം കലങ്ങിടൊല്ല പോയി വരും ഞാൻ. നിന്റെ ചിത്തം കലങ്ങിടൊല്ല പോയി വരും ഞാൻ. സത്യമായ നിത്യപിതാവിലോ, സത്യമായ നിത്യപിതാവിലോ സത്യമായി വിശ്വാസിപ്പീൻ. സന്തതവും നിങ്ങൾ സത്യമായി വിശ്വസിപ്പീൻ. സന്തതവും നിങ്ങൾ ചിത്തം കലങ്ങിടൊല്ല പോയി വരും ഞാൻ. നിന്റെ ചിത്തം കലങ്ങിടൊല്ല പോയി വരും. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. യോഹന്നാന്റെ സുവിശേഷം. എന്താണ് സുവിശേഷം? സുവിശേഷം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയാണ്. അത് മറ്റാരുമല്ല, കർത്താവായ യേശു ക്രിസ്തു. മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ സ്വർഗ മഹിമകൾ വെടിഞ്ഞ് ഇഹലോകത്തിലേക്ക് ഇറങ്ങി വന്ന നസ്രായനായ യേശു ക്രിസ്തു. നമുക്കെല്ലാം മനഃപാഠമായ ഒരു വാക്യമാണ്. ദാവീദിന്റെ സന്തതിയായി, പിള്ളേർ പറഞ്ഞാട്ടെ, ദാവീദിന്റെ വാക്യം പറയാൻ പിള്ളേര് പറയുമെന്ന് ആദ്യം നോക്കാനായിരുന്നു. ദാവീദിന്റെ സന്തതിയായി അതാകുന്നു ഞങ്ങളുടെ സുവിശേഷം. അപ്പോൾ സുവിശേഷം എന്ന് പറഞ്ഞാൽ അതൊരു വ്യക്തിയാണ്. അത് മറ്റാരുമല്ല, കർത്താവാകുന്ന യേശു ക്രിസ്തു. മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ സ്വർഗ മഹിമകൾ വെടിഞ്ഞ് ഇഹലോകത്തിലേക്ക് ഇറങ്ങി വന്ന നസ്രയനാകുന്ന യേശു ക്രിസ്തു. അതാണ് സുവിശേഷം. ആ സുവിശേഷത്താൽ ആകൃഷ്ടരായ പ്രിയപ്പെട്ടവരാൽ എഴുതപ്പെട്ട ആദ്യത്തെ 4 പുസ്തകം ആ സുവിശേഷത്തെ പറ്റി. അതാണ് പുതിയ നിയമത്തിലെ മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ. അവിടെ അടങ്ങിയത് 4 സുവിശേഷം. സുവിശേഷം 4 സുവിശേഷം 1 ഉള്ളൂ. പിന്നെ ഈ 4 പേരും സുവിശേഷത്തിന്റെ 4 വിശേഷതകൾ രേഖപ്പെടുത്തി വെച്ചിരിക്കുക. വെളിയിലോട്ടുള്ളത് കൊണ്ടാണ് ഇങ്ങനെ പോകും. അങ്ങ് മുക്കിന് വന്നപ്പോഴേ കേട്ടു. അതുകൊണ്ട് അകത്ത് ഞാൻ പിന്നെ ഒരു ദിവസം വരുമ്പോൾ തരാം. അപ്പോൾ 4 പേരും കൂടെ എഴുതിയിരിക്കുന്നത് സുവിശേഷത്തിന്റെ 4 വിശേഷതകളാണ്. അപ്പൊ ചിലർക്ക് ഒരു സംശയം ഉദിക്കാം, സുവിശേഷത്തിന് 4 വിശേഷതയോ ഉള്ളോ? അല്ല, 4, 40, 400 ഒന്നും അല്ല. സുവിശേഷത്തിനെ വിശേഷതയുള്ളൂ. സുവിശേഷം വന്നത് കൊണ്ടാ നമുക്കും വിശേഷത ഉണ്ടായത്. സുവിശേഷം എത്തിയത് കൊണ്ടാ നാടിന് വിശേഷത വന്നത്. നമ്മുടെ ഈ നാടിനെ പറ്റി ഇന്നാളെ ഞാൻ എവിടെയോ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, ഒരാൾ പറഞ്ഞത് ഭ്രാന്താലയമാണ്. പുള്ളി പറഞ്ഞത്, പിന്നെ എൻ്റെ ഭാഷ പറയാ വട്ടന്മാരുടെ സ്ഥലമാണ്. ഭ്രാന്ത അതാണല്ലോ, കിറുക്കന്മാരുടെ. എന്നാൽ ഈ അടുത്ത കാലത്തൊക്കെ കേൾക്കുന്നൊരു പദമുണ്ട് ഈ നാടിനെ പറ്റി, വേറൊരു പദം. എന്തുവാ? വാർത്താ മാധ്യമങ്ങളിൽ ദൈവത്തിന്റെ നാട്. നമ്മളിപ്പോൾ അതിന്റെ തർക്കമൊന്നും വേണ്ട. എന്തായാലും കൊള്ളാം. അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ ആയെങ്കിൽ ഒരു സുവിശേഷം വന്നതുകൊണ്ട്. നരഭോജികളെ, നരസ്നേഹികളാം
ഉത്തമ സോദരരാജു. ഇത് വേണ്ട, നമ്മൾ എത്തിയല്ല. അത് ഹാർമോണിയം നല്ലതാണ്. ചില താത്ത നമ്മുടെ പരുവത്തിന് നരഭോജികളെ നരസ്നേഹികളാം ഉത്തമ സോദരരാജു. നരഭോജികളെ നരസ്നേഹികളാം ഉത്തമ സോദരരാജു. വിമല മനോഹര സുവിശേഷം ആ മംഗള ജയ ജയ സന്ദേശം. വിമല മനോഹര സുവിശേഷം ആ മംഗള ജയ ജയ സന്ദേശം. എങ്ങും പുകഴ്ത്തുവിൻ സുവിശേഷം ആ മംഗള ജയ ജയ സന്ദേശം. എങ്ങും പുകഴ്ത്തുവിൻ സുവിശേഷം ആ മംഗള ജയ ജയ സന്ദേശം. രാജാവാക്യം 7 വയസ്സാണ്. 7 വയസ്സിൽ അവൻ രാജാവാണ്. അതൊക്കെ പിന്നെ 15, 20, 25 ഒക്കെ ആയിട്ടാ രാജാവാണ്. 7 വയസ്സിൽ രാജാവാണ്. അപ്പോൾ മനുഷ്യരിൽ നിന്ന് രാജാവാക്കുക. എന്നാൽ യേശുക്രിസ്തു അങ്ങനല്ല, രാജാവായിട്ട് അവിടുന്ന് ജനിച്ചവൻ. അതുകൊണ്ടാണല്ലോ അവർ വന്ന് ചോദിച്ചത് രാജാവായി പറഞ്ഞവൻ രാജാവ്. ആ 2-ാം അധ്യായത്തിന്റെ മത്തായി സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം ഒന്ന് വായിച്ച് സഹായിക്കണം. മത്തായി 2:2 യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? 2:1 മുതൽ വായിച്ചു. യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? അപ്പോൾ മനുഷ്യനെ രാജാവാക്കുമ്പോൾ യേശുക്രിസ്തു അങ്ങനത്തെ ഒരു രാജാവായിട്ട് പിറന്നവൻ. സ്തോത്രം. അനായവിശ്വമിതിൽ കാണുമല്ല കാഴ്ചയിലും അനായവിശ്വമിതിൽ കാണുമല്ല കാഴ്ചയിലും ചേർന്ന നിമ്മതിമാരും സനാതനമേ. ചേർന്ന നിമ്മതിമ ചേരും സനാതനമേ. രാജാതിരാജ സുരലോക രാജ രാജാതി സുരലോക രാജ രാജാതിരാജ സുരലോക രാജ. ായ വിശ്വമിതിൽ കാണുമല്ല കാഴ്ചയിലും ായ വിശ്വമിതിൽ കാണുമല്ല കാഴ്ചയിലും ചേർന്ന നിമ്മതിമാരും സനാതനമേ. ചേർന്ന നിമ്മതിമാരും സനാതനമേ. രാജാതിരാജ സുരലോക രാജ രാജാതിരാജ സുരലോക രാജ. യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ. ഇനി മനുഷ്യനെ ജനിപ്പിക്കുക. എന്നാൽ യേശുക്രിസ്തുവിന്റെ തിരുജനനത്തെ പറ്റി വായിക്കുന്നത് അവിടുന്ന് സ്വയം ജനിച്ചത്. സ്തോത്രം. അത് ആ ഭാഗത്തേക്ക് അധികം പോകുന്നപ്പോൾ മത്തായി സുവിശേഷം എഴുതിയിരിക്കുന്നത് യേശുക്രിസ്തു രാജാവാണെന്ന് തെളിയിച്ചു. യേശുക്രിസ്തുവിന്റെ രാജത്വം ഈ ഭൂമിയിൽ തിരുവചനത്തിന്റെ വെളിച്ചത്തിൽ പറയാം. ഈ ഭൂമിയിൽ ആര് ഭരിച്ചാലും ശരിയായ ഭരണം നടക്കുകയായിരുന്നു. നടത്താനൊക്കെ പറഞ്ഞ ആൾക്കാര് ഭരിക്കുകയും ഭരണത്തിലേക്ക് പ്രവേശിക്കുകയൊക്കെ ചെയ്യുന്നത്. എന്നാൽ ഈ തിരുവചനം പഠിപ്പിക്കുന്നത് ഇത് ശരിയായ ഒരു ഭരണം നടക്കണമെങ്കിൽ രാജാവാകുന്ന യേശുക്രിസ്തു ഈ ഭൂമിയെ ഭരിക്കണം. പുസ്തകം അങ്ങനെ പഠിപ്പിക്കുന്നത് രാജാവ് നീതിയോടെ അന്ന് മാത്രമേ ശരിയായ ഭരണം ഈ ഭൂമിയിൽ നടക്കൂ. ആട്ടെ, അന്ന് വലിയ അലങ്കോലം ഒന്നും കാണുകയല്ല. രോഗങ്ങളോ ക്ഷീണങ്ങളോ പാട്ടുകാരൻ പാടിയിരിക്കുന്നത് നാസിച്ചു ബാസിച്ചു എത്തിച്ചു ബാധിച്ചു ഒരു വിസങ്ങളില്ലെന്ന്. ദാർഢ്യക്കാരില്ല, നിഗളികളില്ല, മോഹപ്രിയരില്ല, ഏഷണിക്കാരും ദൂഷണന്മാരും നന്ദി കിട്ടുവരുമില്ല, വഞ്ചനയില്ല, വാഗ്വാദമില്ല, വൈരമശേഷമില്ല, ഇതൊന്നുമില്ലാത്തൊരു നല്ല ഭരണം. അത് യേശുക്രിസ്തു ഇവിടെ ഭരിക്കുന്നു. അപ്പോൾ യേശുക്രിസ്തു രാജാവ് അങ്ങനെയാണ് തുലകിച്ചിരിക്കുന്നത്. മത്തായി ക്രിസ്തുവിന്റെ രാജാവായിട്ട് അവതരിപ്പിച്ചു.
എന്നാൽ മർക്കോസ് ക്രിസ്തുവിന്റെ ദാസരൂപത്തെ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ദൈവരൂപത്തിൽ ഫിലിപ്പിയർ വായിക്കുന്ന ദൈവരൂപത്തിൽ എനിക്ക് ദൈവത്തോടുള്ള സമ്മതം മുറുകെ പിടിച്ചുകൊണ്ടേണ്ടവെന്ന് വിചാരിക്കാതെ അവിടുന്ന് ദാസരൂപം എടുത്ത വേഷത്തിൽ മനുഷ്യനായി അവൻ വിളങ്ങി തന്നെത്താൻ താഴ്ത്തി. അപ്പോൾ ക്രിസ്തുവേശുവിന്റെ ദാസരൂപത്തെയാണ് മർക്കോസ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ലൂക്കോസ് യേശു ക്രിസ്തു സമ്പൂർണ്ണ മനുഷ്യൻ എന്നുള്ള നിലയിലാണ് ക്രിസ്തുവിനെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഒരു നല്ല മനുഷ്യൻ, മാന്യനായ മനുഷ്യൻ, യോഗ്യനായ മനുഷ്യൻ, ശ്രേഷ്ഠ മനുഷ്യൻ, അങ്ങനെയാണ് ക്രിസ്തുവിനെ ലൂക്കോസ് അവതരിപ്പിച്ചിരിക്കുന്നത്. നല്ലൊരു മനുഷ്യൻ അത് യേശു ക്രിസ്തു മാത്രം. എന്നാൽ യോഹന്നാന്റെ എഴുത്തിന്റെ പ്രത്യേകത യേശു ക്രിസ്തു ദൈവമാണെന്ന് തെളിയിച്ചിരിക്കുകയാണ്. യേശു ക്രിസ്തു ഏകദൈവം, നിത്യദൈവം, സത്യദൈവം, സാക്ഷാൽ ദൈവം, ജീവനുള്ള ദൈവം. ആ ക്രിസ്തുവിനെയാണ് യോഹന്നാൻ വെളിപ്പെടുത്തിയിരിക്കുന്നത്. യേശു ക്രിസ്തു ഏക സത്യ നിത്യ ദൈവം. ഞാൻ പറയാറുണ്ട്, ക്രിസ്തുവേശുവിന്റെ ദൈവത്വം അവിടുന്ന് അനാദിയായും ശാശ്വതമായി നമ്മുടെ ദൈവം. അടുത്ത കാലത്ത് മുളച്ചു വന്നൊരു ദൈവമല്ല, അവിടുന്ന് നിത്യനായ ദൈവമാണ്. ഈ കാണുന്ന സകല രാജ്യങ്ങളെ അണ്ടകടാകത്തെയും ബ്രഹ്മാണ്ട കോടിടാകത്തെയും നിർമ്മിച്ച ഏക സത്യ നിത്യ ദൈവമായ സർവജ്ഞനായ ദൈവമാണ് യേശു ക്രിസ്തു. വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നത് ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല, സകലതും അവൻ ഉളവാക്കി അവനായിട്ട് ഉളവാക്കി. എബ്രായലേഖനത്തിൽ വായിക്കുന്ന സകലത്തിന്റെ ലാക്കും സകലത്തിന്റെ കാരണഭൂതനും അവിടുന്ന് തന്നെയാണ്. ഈ കാണുന്ന സകല ജനാലയങ്ങളെയും നിർമ്മിച്ചവൻ, സൃഷ്ടിച്ചവൻ സത്യദൈവമാകുന്ന യേശു ക്രിസ്തു. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യത്തിൽ ആ കാര്യം അവിടെ ഒരു വാക്കിൽ സൂചിപ്പിച്ചിട്ടുണ്ട്, രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് വായിക്കാം. വെളിപ്പാട് 4:11. കർത്താവേ, നീ സർവ്വവും സൃഷ്ടിച്ചവനും എല്ലാം നിന്റെ ഇഷ്ടം കേറുവാൻ ഉണ്ടായതും ഈ മുന്നോട്ട് വന്നിരുന്ന വായിക്കുകയാണ് കുറച്ചുകൂടെ നല്ലതായിരുന്നു. കർത്താവേ, നീ സകലവും സൃഷ്ടിച്ചവനും എല്ലാം നിന്റെ ഇഷ്ടം കേറുവാൻ. വായിച്ചതായിരിക്കൂടെ. കർത്താവേ, നീ സർവ്വവും സൃഷ്ടിച്ചവനും എല്ലാം നിന്റെ ഇഷ്ടം കേറുവാൻ ഉണ്ടായതും സൃഷ്ടിക്കപ്പെട്ടതുമാകയാൽ മാത്രമാണ് യോഗ്യൻ. മഹത്വത്തിനും ആരാധനയ്ക്കും പുകഴ്ചയ്ക്കും സ്തോത്രത്തിനും ബഹുമാനത്തിനും എല്ലാം യോഗ്യനായ ഒരുവൻ നസറയനാകുന്ന യേശു ക്രിസ്തു. എന്താ അവിടുന്ന് മഹത്വത്തിനും പുകഴ്ചയ്ക്കും ആരാധനയ്ക്ക് യോഗ്യനാകാൻ കാരണം? ഈ കാണുന്ന സർവ്വത്തെയും സൃഷ്ടിച്ചവൻ ഞാൻ നിങ്ങൾ ആരാധിക്കുന്ന യേശു ക്രിസ്തു. ഈ ആയുസ് നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യം ഈ സത്യദൈവമായ നിത്യദൈവമായ ഏക ദൈവമായ യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുവാനും ആരാധിക്കാനും ഇടയായതായ ഏറ്റവും വലിയ ഭാഗ്യം. യേശു ക്രിസ്തു ഏക സത്യ നിത്യ ദൈവം. അതാണ് യോഹന്നാൻ തന്റെ എഴുത്തിൽ കൂടി വെളിപ്പെടുത്തിയിരിക്കുന്നത്. കർത്താവിന്റെ പഴക്കത്തെ പറ്റി ധാരാളം വാക്യങ്ങളുണ്ട്. അടുത്ത് ഓർപ്പിച്ചല്ലോ, അടുത്ത കാലത്ത് കളിച്ചു വന്ന ദൈവമൊന്നുമല്ല. അവന്റെ 90-ാം സങ്കീർത്തനം 1-ാം വാക്യം നമുക്കെല്ലാം മനഃപ്പാഠമാണ്. പക്ഷെ പലരും അത് ഉറക്കെ പറയുകയോ വായിക്കുകയൊന്നും ചെയ്യുകയില്ല. കാരണം ഇത് ഏത് സമയത്താണ് സാധാരണ വായിക്കുന്നത്. അതുകൊണ്ട് വാക്യം മിക്കവർക്കും അറിയാമെങ്കിലും വാക്യം അഥവാ പറഞ്ഞത് ആ വാക്യാണ് വളരെ 91 തൊട്ടടുത്ത് കിടക്കില്ല. 90 നമുക്ക് ഇപ്പം പറയണ്ട, 91 അല്ല ഇപ്പം വായിക്കാം. നമുക്കിപ്പോൾ 90 വായിക്കണം. എപ്പോഴാണ് ഉള്ളവരെ 90 വായിക്കില്ല, 90 കേൾപ്പിക്കും. നമുക്ക് അതിന് 90 ഒന്ന് വായിക്കുകയാണ്. കർത്താവേ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. പർവ്വതങ്ങൾ ഉണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിനും മുൻപ് ഇവിടെ വായിക്കുന്നത് കർത്താവേ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ ദൈവമാണ്. നീ അനാദിയായും ശാശ്വതമായും ദൈവമാണ്. ഈ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിക്കുന്നതിന് പർവ്വതങ്ങൾ ഉണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും എന്ന് പറഞ്ഞാൽ ഞാൻ മിക്കപ്പോഴും പറയാറുണ്ട് ദൈവത്തിന്റെ മഹത്വം. ഈ കാണുന്ന കുന്നും മലയും ഈ പർവ്വതങ്ങളും ചരാചരങ്ങളും ഉണ്ടായതിനു ശേഷമുള്ള ദൈവമല്ല, ഇതൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പേ ഉള്ള ദൈവം. നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഈ കുന്നും ഈ മലയും ഈ കാടും ഈ പറമ്പും ഈ ഏരിയയും ഒക്കെ ഉണ്ടായി കഴിഞ്ഞ് ഉണ്ടായ ദൈവമല്ല, ഇതൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പേ അവിടുന്ന് ദൈവമാണ്. അവിടുന്നാണ് ഈ കാടും ഈ മലയും ഈ കുന്നും ഈ പറമ്പും സകലം സൃഷ്ടിച്ചത്. അതുകൊണ്ടാണ് ആയിരിക്കുന്നത് കർത്താവേ, നീ തലമുറ തലമുറയായി നിങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. പർവ്വതങ്ങൾ ഉണ്ടായതിനും ഈ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിക്കുന്നതിന് മുൻപ്
മുൻപ് നീ അനാദിയായും ശാശ്വതമായി നമ്മുടെ ദൈവം. അപ്പോൾ ഈ ആയുസ്സിൽ ഓർപ്പിച്ചല്ലോ നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യം ഈ ദൈവത്തെ ആരാധിക്കാനാണ്. ഇവിടെ ഒന്നും ലഭിച്ചില്ലെങ്കിലും കിട്ടിയില്ലെങ്കിലും നിരാശപ്പെട്ടു പോകരുത്. സത്യദൈവത്തെ ഭജിക്കുവാൻ, നിത്യദൈവത്തെ ആരാധിക്കുവാൻ, ഏകദൈവത്തെ സേവിക്കുവാൻ, സത്യദൈവത്തെ ഭജിപ്പാൻ ദൈവം നമുക്ക് നൽകിയ ഭാഗ്യത്തിനായി കടമയുയർത്തി ദൈവത്തിന്റെ മഹത്വം വണങ്ങിടും ദീനദയാലുവേ, ദേവകൾ വണങ്ങിടും ദീനദയാലുവേ, തദയമി നമ്മെ കാണു സൽഗുണ ചിന്തുവേ, തദയമി നമ്മെ കാണു സൽഗുണ ചിന്തുവേ, ഭജിക്കുക നീ നിത്യ യേശു മകനെ, ഭജിക്കുക നീ നിത്യ യേശു മകനെ, യേശു മകനെ നാഗനി വാസനെ, യേശു മകനെ നാഗനി വാസനെ, ഭജിക്കുക നീ നിത്യ യേശു മകനെ, ഭജിക്കുക നീ നിത്യ യേശു മകനെ, മരിഞ്ഞി കർമ്മരാരം ചെയ്തോരു നാഥനെ, മരിയാരം ചെയ്തോരു മലയതിൽ മല്ലി ചെയ്ത മധ്യശരീരനെ, മലയതിൽ മല്ലി ചെയ്ത മധ്യശരീരനെ, ഭജിക്കുക നീ നിത്യ യേശു മകനെ, ഭജിക്കുക നീ നിത്യ യേശു മകനെ, യേശു മകനെ നാഗനി വാസനെ, യേശു മകനെ നാഗനി വാസനെ, ഭജിക്കുക നീ നിത്യ ഭജിക്കുക നീ യേശു മകനെ. ഈ ആയുസ്സിൽ നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യം സത്യദൈവമായ, നിത്യദൈവമായ, ഏകദൈവമായ യേശുവിനെ ആരാധിക്കുക. സ്തോത്രം. അപ്പോൾ അവിടെ ദൈവത്തിന്റെ പരക്കത്തെ പറ്റി പറയുന്നത്, നീ അനാദിയായി ശാശ്വതമായി ഞങ്ങളുടെ കണ്ടുപോകുന്നു. കേൾക്കാം? അതെ. അപ്പോൾ യേശുക്രിസ്തുവിന്റെ ദൈവം അതാണ് യോഹന്നാൻ തെളിയിക്കുന്നത്. ഇനി ഓരോ അധ്യായത്തിലും ക്രിസ്തു ദൈവമാണെന്ന് തെളിയിക്കുക. യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശുക്രിസ്തു അത്ഭുതങ്ങളുടെ ദൈവമാണ്. ഓരോ അധ്യായത്തിലും ക്രിസ്തുവിന്റെ മഹത്വം അങ്ങോട്ട് വെളിപ്പെടുത്തും. നമുക്കറിയാം, ഒന്നാം അധ്യായത്തിൽ കൊടുത്തിരിക്കുന്നത് ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്. രണ്ടാം അധ്യായത്തിൽ കാനാവിലെ കല്യാണ വീട്ടിൽ യേശു അടയാളങ്ങൾ, അതിലെ ആദ്യത്തെ അടയാളം ചെയ്ത് തന്റെ മഹത്വം വെളിപ്പെടുത്തി. മഹത്വത്തിന്റെ ദൈവമായി വെളിപ്പെടുകയാണ്. മൂന്നാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടുന്ന് നിത്യജീവൻ കൊടുക്കുന്ന ദൈവമാണ്. നാലാം അധ്യായത്തിലേക്ക് യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം പഠിക്കുമ്പോൾ അവിടുന്ന് ആത്മാവാകുന്ന ദൈവം. 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ സകല ദീനങ്ങളും വ്യാധികളും പൊറുപ്പിക്കുന്ന ദൈവം. സകല രോഗത്തിനും യേശു സൗഖ്യം തരും. ഇന്ന് പ്രത്യേക രോഗങ്ങൾക്കൊക്കെയാ ചില ഇടങ്ങളിൽ സൗഖ്യം നടക്കുന്നത്. എന്നാൽ യേശുവിന്റെ ഇടയ്ക്ക് ഏത് രോഗി വന്നാലും സൗഖ്യം. സ്തോത്രം. അതാണ് വായിക്കുന്നത്, നാനാവ്യാധികളാലും ബാധകളാലും സകല രോഗികളെ അവരുടെ അടുത്ത് കൊണ്ടുവന്ന് 4-ാം ഒന്ന് വായിച്ചത് നമുക്ക് അറിവുള്ള വാക്യമാണ്. എന്നാലും ഒന്ന് വായിച്ചത് 4-ാം അധ്യായത്തിന്റെ 23 വായിച്ചത്. 4-ാം അധ്യായത്തിന്റെ 23 മുതൽ വായിക്കാം. പിന്നെ യേശു ഗലീലയിലൊക്കെയും ചുറ്റി സഞ്ചരിച്ചുകൊണ്ട് അവരുടെ പള്ളികളിൽ ഉപദേശിക്കുകയും രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കുകയും ജനത്തിലുള്ള സകല ദീനത്തെയും വ്യാധിയെയും സൗഖ്യമാക്കുകയും സകല ദീനത്തെയും വ്യാധിയെയും യേശു സൗഖ്യമാക്കി. അടുത്തത് ചില പേരുകളുള്ള പറഞ്ഞിട്ടുണ്ട്. അവന്റെ സുറിയിലൊക്കെയും പരന്നു നാനാവ്യാധികളാലും ബാധകളാലും
പറഞ്ഞു. പിന്നെ ഭൂതഗ്രസ്തർ, ചന്ദ്രരോഗികൾ, പക്ഷപാതക്കാർ, ഇങ്ങനെ സകലവിധ ദീനക്കാരെയും അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. അടുത്തത് അവനവരെ സൗഖ്യമാക്കി. യേശുക്രിസ്തുവിന്റെ അടുക്കൽ വന്ന സകല ദീനത്തെ യേശു സൗഖ്യമാക്കി. കുറ്റം പറയുകയല്ല, തെറ്റിദ്ധരിക്കരുത്. ഇന്ന് ചിലയിടങ്ങളിൽ ചില പ്രത്യേക രോഗികൾ ചെന്നാൽ മാത്രമേ അവിടെ സൗഖ്യമാകൂ. അപ്പൊ അങ്ങനെയുള്ള രോഗികളാണ് കൂടുതൽ അവിടെ ചെല്ലുന്നത്. അവരെ ശുശ്രൂഷിക്കുമ്പോഴും അങ്ങനെയുള്ള രോഗികളുടെ പേര് പറയുന്നത് ഒന്നും ഞാനിപ്പോൾ പറയുന്നില്ല, നമ്മുടെ വിഷയമാണ്. ഞാൻ ഇവിടെ വന്നപ്പോൾ പാഷനോട് പറഞ്ഞു സ്തോത്രം കാര്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ടായി ഇന്ന് ഞാൻ പറഞ്ഞു എന്നോട് ഒരു കാര്യം പറഞ്ഞു, പാട്ട് പാടിക്കണം. അതുകൊണ്ട് ഞാൻ പാടും. നമ്മൾ പറഞ്ഞ് കാണിക്കണം പറഞ്ഞു വന്നിരിക്കും. എനിക്ക് പറയേണ്ട കാര്യമില്ല, ഞാൻ പാട്ട് നട്ടുള്ളത്. യേശുവിന്റെ അടുക്കൽ വന്ന സകല രോഗികളെ യേശു സൗഖ്യമാക്കി. ഒരൊറ്റ രോഗി പോലും നിരാശയോടെ കടന്നു പോകുന്നു. ഇന്ന് പലയിടങ്ങളിൽ രോഗശാന്തി ഫലപ്രാപ്തരെന്ന് ആ പേര് പുകൾപ്പെട്ട പണ്ടെങ്കിലും എല്ലാ രോഗിയും ചെന്നാൽ സൗഖ്യമാക്കിയല്ല. സ്തോത്രം. ഞാൻ ആരും ഒന്നും പറയുന്നില്ല. പക്ഷെ യേശുവിന്റെ അടുക്കൽ ഏത് രോഗി വന്നാലും സൗഖ്യം. സകല ദീനങ്ങളെ സൗഖ്യമാക്കുന്നത്, സകല വ്യാധികളെയും പൊറുപ്പിക്കുന്നത്. അവിടുത്തെ അടുക്ക വന്ന ആരും നിരാശയോടെ പോയിട്ടില്ല, പോകുന്നില്ല. വിശ്വാസത്തോടെ അടുക്ക വന്ന സകല എണ്ണത്തിന് യേശു സൗഖ്യമാക്കി. നന്ദി കെട്ടവർക്കൂടെ നന്മ ചെയ്തവനായ യേശു 10 മുത്തരോഗം വന്ന കർത്താവ് സർവജ്ഞാനിയായതുകൊണ്ട് കർത്താവിന് 9 എണ്ണത്തിന് നന്ദി ഉള്ളത് ഇല്ല. നമുക്ക് പറയാൻ ചിലക്ക് നന്ദിയൊന്നും നമ്മുടെ കൂടെ ഇങ്ങനെ നിൽക്കുന്നതല്ലാതെ നന്ദിയൊന്നും ഇവിടുത്തെ കാര്യമല്ല പറഞ്ഞു. ഞാൻ എന്റെ കാര്യം കൂടെ വെച്ചാൽ കൂടെ ഇങ്ങനെ ഒത്തിരി ചാടി എങ്ങനെ നിൽക്കുന്നെങ്കിൽ പലർക്കും നന്ദിയില്ല. ഒരവസരം വരട്ടെ, എന്നാലും നന്ദി. കർത്താവ് സർവജ്ഞാനിയ, അവിടുത്തേക്ക് അറിയാം 9 നന്ദിയുള്ളവന്മാരല്ല. വേണമെങ്കിൽ യേശു പറഞ്ഞാൽ വരട്ടെ, നീ ഇനി വന്നാൽ മതി, മനസ്സിലായി, നിനക്ക് നന്ദി. ഇവരെല്ലാം അങ്ങനെ തന്നെ കിടന്നു പാളയത്തിന് വെളിയിൽ പോയി കിടന്നു. ഇവരെല്ലാം മുഖം മൂടി തുപ്പി തുപ്പി നടക്കട്ടെ. അശുദ്ധൻ അശുദ്ധൻ അശുദ്ധൻ. ഇവരെല്ലാം തുപ്പി തുപ്പി ഊപ്പാണ്. വേണമെങ്ങനെ പറഞ്ഞാൽ മതി. കർത്താവ് സമുദ്രത്തിന്റെ അടുത്തിട്ട് കൂടെ ഊളിയിട്ട് പോയ മത്സ്യത്തെ ഉദരത്തിലിരുന്ന ചതുർദ്രമ കണ്ടവനാ കർത്താവ്. നമ്മളത് കൊളന്നാൽ പോലും ഒന്നും കാണുന്നില്ല. അടിപ്പ് കിടന്ന് കൊണ്ടുവന്ന് ഞങ്ങളുടെ എടുത്തു. പിന്നെ ആരും പറയണം, അയ്യ അതിന്റെ കൂടെ ചതുർദ്രമുണ്ട്, അത് ഞാൻ എല്ലാം കൂടെ വരച്ച് കുറച്ച് ദൂരം കാണാം. എന്നാ കർത്താവ് വന്നിട്ടില്ല. അടിത്തട്ടിന്റെ ഊളിയിട്ട് പോയ മത്സ്യത്തിന്റെ ഉദരത്തിനകത്തുന്ന ചതുർദ്രമ കണ്ടവനാ കർത്താവ്. അവിടുന്ന് ഉത്ഭൂതങ്ങളെ നിലവുകളെ ആരായുന്നവനാണ്. തന്നെ അവസാനം അറിയുന്നവനാ ദൈവം. നീ ജനിച്ചപ്പോഴേ ദൈവമെല്ലാം കുറിച്ച് വെച്ചിരിക്കുക. നീ എവിടെ ജനിക്കുന്നു, അങ്ങനെ മാതാപിതാക്കൾ ഏത് മാതാപിതാക്കളുടെ മകനായി മകളായി ജനിക്കുമെന്നും, നീ എവിടെ പഠിക്കുമെന്നും, എങ്ങനെ പഠിക്കുമെന്നും, എത്രത്തോളം പഠിക്കുമെന്നും, നീ സൂര്യാന്റെ വേലയാണോ അതോ ബിസിനസ് ആണോ ജോലിയാണോ, നിന്റെ ജീവിതം അങ്ങനെ ആയിരിക്കും, തക്ക തുണ ആരായിരിക്കും, കുഞ്ഞുങ്ങൾ എത്ര കാണും, ആ കുഞ്ഞുങ്ങൾ അങ്ങനെ ആയിരിക്കും, നിന്റെ വാർദ്ധക്യം അങ്ങനെ ആയിരിക്കും, നീ എങ്ങനെ യാറും, ഇതെല്ലാം അവിടെ കുറിച്ച് സാധ്യത പറഞ്ഞൊക്കെ ആയിരിക്കുന്നത്. എല്ലാം അവിടെ കുറിച്ച് വെച്ചിരിക്കുക. എങ്ങനെ യാകും, യാകും ആരകനാണ്, കരയുന്നത് ആരൊക്കെയാ, എവിടെ കൊണ്ട് അടക്കും, കർത്താവ് വരാൻ താമസിച്ചാണ്. ഇതെല്ലാം അവിടെ കുറിച്ച് വെച്ചിരിക്കുന്നു. നമ്മുടെ പോക്കുവിന് പോകേണ്ട ഞാൻ ഈ അടുത്ത കാലത്ത് ഞാൻ ചാകുകയില്ല എന്ന് പറഞ്ഞാൽ സ്തോത്രം. മരണം വരുമേ നിന്റെ പണം നോട്ടി നേരം, ഇതിയുമ്പോൾ തിന്നെല്ലാം ചെണ്ണം പൊട്ടിച്ചാരം. മരണം വരുമേ നിന്റെ പണം നോട്ടി നേരം, ഇതിയുമ്പോൾ അതുമെല്ലാം ചെണ്ണം പൊട്ടിച്ചാരം. ശലോമോനും അറിയുവാൻ കഴിഞ്ഞില്ലതാരം, പരമേ വേഗം തിരികെ അത് വീട്ടാതെങ്കിലും നീ മനുഷ്യ, നീ ദാനമതു നിന്നയാതെ മനുഷ്യ, നീ ദാനമതു നിന്നയാതെ മനുഷ്യ. ഇരടിയാണ് ശരിയാ പാടുന്നത്. അത് ഒപ്പിച്ചു വരുമ്പോൾ ഞാൻ പാടുന്നത്, ഞാൻ പാടുമ്പോൾ പാടുന്നത്. 2 ദിവസം അടുപ്പിച്ച് നിൽക്കുകയാണെങ്കിൽ ശ്രദ്ധിക്കുക, ഏത് സമയത്തും മരണം പിടിക്കും. അപ്പൊ നമ്മുടെ ആരംഭം മുതൽ അവസാനം വരെ ദൈവം കുറിച്ച് വെച്ചിരിക്കും.
സങ്കീർത്തനക്കാരൻ പാടിയിരിക്കുന്നത് ഇരിക്കുന്നത് എഴുന്നേൽക്കുന്നത് അവിടെ അറിയുന്നു. നമ്മുടെ നടപ്പും കിടപ്പും നിരൂപണങ്ങളും അവിടെ അറിയുന്നു. ഉഷസിന്റെ ചിറക് ധരിച്ച് സമുദ്രത്തിന്റെ അറ്റത്ത് പോയി പാർത്താൽ അവിടെ നിന്ന് മറന്നിരിക്കത്തില്ല. സകലതും അറിയുന്ന സകലതും കാണുന്നത് ദൈവത്തെ ഞാൻ നിങ്ങൾ ആരാധിക്കുന്നു. അപ്പൊ യേശുക്രിസ്തുവിനെ അറിയാൻ 9 നന്ദിയുള്ളതാണ്. പക്ഷെ കർത്താവ് എല്ലാത്തിനും നോക്കുന്നത് ഒരുത്ത മാത്രമാണ് നന്ദി കെട്ടവർ കൂടെ നന്മ ചെയ്തവനായ യേശു. ആ യേശുവിന്റെ ദിവ്യ സ്വഭാവം. ഈ യോഗങ്ങളെല്ലാം നമ്മൾ നടത്തിയിട്ട് നമുക്ക് യേശുവിന്റെ സ്വഭാവമായിട്ട് വലിയ ബന്ധമില്ലെങ്കിൽ അവിടെ മെഗാ ക്രൂസൈഡ്, പക്ഷെ യേശുവിന്റെ സ്വഭാവം ഒന്നും അവിടെ ഉണർവിൻ ദിനങ്ങൾ, ചില പരസ്യങ്ങളാണ് ഉണർവിൻ ദിനങ്ങൾ. യേശുവിന്റെ സ്വഭാവമായിട്ട് യേശുവിന്റെ സ്വഭാവത്തിന്റെ 1-2 കാര്യം പറയാം. ഒത്തിരി ഉണ്ട്. നിങ്ങൾക്ക് എന്നേക്കാൾ കൂടുതൽ അറിയാം. ഞാൻ സന്ദർഭമാണ് വന്നത്. ഞാൻ ഭാഗത്തേക്ക് വരുന്നുണ്ടെങ്കിൽ മുന്നേ എന്ന് പറയുക. ശമരിയക്കാരി സ്ത്രീയെ കണ്ടപ്പോൾ അവിടെ മുൻകാല ചരിത്രമെല്ലാം കൂടെ അല്ല കണ്ടോടനെ പറഞ്ഞത്. കർത്താവ് അവളെ നല്ലതുപോലെ അറിയാം, എല്ലാ കാര്യവും അറിയാം. എന്ത് ബഹുമാന പുരസ്കാരമാണ് അവർക്ക്. ആ സ്ത്രീയെ കുടിക്കാൻ അതാ അവിടുത്തെ ദിവ്യ സ്വഭാവം. നമ്മളാണ് അവിടെ കാണുമ്പോൾ അങ്ങനെ അവിടെ മുട്ടായിട്ട് നമുക്ക് ആ റൂട്ടിൽ പോകേണ്ട വൃത്തിയോടെ ശിശുമാരി നമ്മൾ അതിലേക്ക് പോകാന്ന് പറഞ്ഞാണല്ലോ വേറൊരു കക്ഷി അവിടെ കൊണ്ടുപോകണം. നമുക്കതിൽ അങ്ങനെ നമുക്ക് റൂട്ട് മാറ്റാം, അല്ലെങ്കിൽ യോഗം മാറ്റാം. യോഗം മാറ്റിയില്ല, റൂട്ട് മാറ്റി സൂക്ഷിച്ചു. ഇനി ശിഷ്യന്മാര് എന്ത് ചിന്തയാണ്, ഭക്ഷണം കൊള്ളാനൊക്കെ വിട്ടെങ്കിൽ ഇവന്മാരെ എല്ലാ കാര്യങ്ങളും കൂടെ നിർത്താൻ ഒക്കത്തില്ല. കർത്താവ് സർവജ്ഞാനിയല്ലേ, ഇവന്മാരോട് നിന്ന് എല്ലാം കാക്കക്കണ്ണല്ലേ. ഇവിടുത്തെ മൻ പറയും ഗുരു അവിടെ നടത്തം കണ്ടിട്ടുള്ള വേറെ ആളാണ് നമ്മുടെ അഭിപ്രായം പറയും. അവിടെ അടുത്ത പറഞ്ഞു അവള് വെള്ളം പോലും വെറുതെ വരുന്നുള്ളൂ, വെള്ളം വന്നല്ല അവിടെ. ഒത്തിരി അഭിപ്രായം നമ്മളങ്ങനെ ഒത്തിരി അഭിപ്രായം. കർത്താവിന് നമ്മളെ എല്ലാം നല്ലതുപോലെ അറിയാം. അതുകൊണ്ടാണ് ചാപ്പാട് കഴിച്ചിട്ടുള്ളത്. ഇല്ലെങ്കിൽ യേശു ഇവിടെ കൂടെ സംസാരിക്കാൻ ദേവന്മാർ സമ്മതിക്കുകയാണ്. ഡെയിലി അലങ്കാരം അവിടെ എന്നിട്ട് ഫേസ്ബുക്കിൽ എന്തെങ്കിലും വിടും, അല്ലെങ്കിൽ എന്തെങ്കിലും വാട്സാപ്പിനകത്ത് എന്തെങ്കിലും ഇടും. യേശുവിനെ പങ്കെടുക്കാവുന്നത് കർത്താവ് സർവജ്ഞാനിയായതുകൊണ്ട് ആ സ്ത്രീയുമായിട്ട് കർത്താവ് എന്ത് ബഹുമാന പുരസ്കാരമായ യേശു ഇടപെട്ടു. അവിടെ അവളവിടെ അടിപൊളിയൊന്ന് നോക്കി വെച്ച യഹൂദനാകുന്ന നീയെ ശമരിയക്കാരിയാകുന്ന എന്നോട് സ്തോത്രം. യഹൂദനാകുന്ന നീയെ ശമരിയക്കാരിയെ എന്നോട് കുടിപ്പാൻ വെള്ളം ചോദിക്കും. അപ്പൊ അവര് സംസാരിച്ച് എന്ത് മാന്യമായിട്ട് കർത്താവും ഈ സ്ത്രീയുമായി സംസാരിക്കുന്നു. ഞാൻ ഭാഗത്തേക്ക് പിന്നെ വരുന്നു. ഇതാണ് യേശുവിന്റെ ദിവ്യ സ്വഭാവം. സ്വഭാവ ശ്രേഷ്ഠ. തന്നെ അടിച്ചു, ഉപദ്രവിച്ചു, ആക്ഷേപിച്ചു. അതാ യേശുവിന്റെ സ്വഭാവം. വേശ്യാപുത്രൻ എന്ന് യേശുവിനെ സംബോധന ചെയ്തു. ആണെന്നും പറഞ്ഞില്ല, അല്ലെന്നും പറഞ്ഞില്ല. തുടങ്ങിയ തെളിയിക്കും. നിങ്ങളത് ചിന്തിക്കുക. യേശുവിന്റെ സ്വഭാവം അങ്ങനല്ലേ. പൂർണ്ണമെന്ന് പറഞ്ഞു എന്നാ പ്രാർത്ഥിച്ച് ഇറങ്ങണമെന്ന് യേശു കയ്യപ്പാൻ ഇങ്ങോട്ട് വിളിക്കും. തലയിലോട്ട് കൈ വെച്ചു അയാളെ വരും കഴിയിരിക്കുകയാണ്. കയ്യപ്പാൻ ഇങ്ങോട്ട് വന്നിട്ട് കയ്യപ്പാന്റെ കൈ വെക്കാതിരിക്കുന്നതാ. കൊച്ചാക്കാൻ പറഞ്ഞു തച്ചന്റെ മോനാണ്.
തച്ചന്റെ സ്തോത്രം. അത് കൊച്ചാക്കാൻ പറഞ്ഞതാണ്. വേണേ തെളിയിക്കാം. തച്ചന്റെ നിങ്ങൾ ഉദ്ദേശിച്ച തച്ചന്റെ മകനല്ല. പണ്ട് ഉപദേശിച്ച് പറഞ്ഞത് കടമെടുത്ത് പറയുക, ലോകം മുഴുവൻ ചമച്ചൊരു തച്ചനുണ്ട്. തെളിയിക്കല്ലോ. ചൊടിച്ചാ മതി, ഇവന്മാരുടെ ഭസ്മമാകും. യേശുവിന്റെ ദിവ്യ സ്വഭാവം. സ്തോത്രം, സ്തോത്രം. എന്ത് ശ്രേഷ്ഠ സ്വഭാവം. നമ്മൾ ഈ യോഗങ്ങളെല്ലാം എങ്ങനെ നടത്തുന്നെങ്കിലും ആ സ്വഭാവമായിട്ട് നമുക്ക് അങ്ങോട്ട് യേശുവിന്റെ നമുക്ക് പറ്റുന്നില്ല. ഉണർവിൻ ദിനങ്ങൾ, ആ ദിനങ്ങൾ കഴിഞ്ഞാൽ മറ്റന്നായിട്ട് ഭാര. ഞാൻ എന്നെ കൂടെ പ്രതിയാക്കുക. കൺവെൻഷൻ തകർത്ത് പിടിച്ചാ പ്രസംഗിക്കുന്നത്. സ്തോത്രം. ഫിലിപ്പിയലേഖനം 2. നമ്മുടെ സബ്ജക്ട് ഫിലിപ്പിയലേഖനം 2. ദാസരൂപം എടുത്ത് വേഷത്തിൽ മനുഷ്യനെ തന്നെത്താൻ, ഇതാണ് നമ്മുടെ തന്നെത്താൻ താഴ്ത്തുക. ഒന്ന് പറഞ്ഞാൽ അവന് കൊടുപാടുമായിട്ട് അവന് വെട്ടിക്കമത്താൻ ഞാൻ പറഞ്ഞു തരുന്നത്. സബ്ജക്ട് എന്നായിരുന്നു? സബ്ജക്ട് താഴ്ന്ന കയ്യിലിരിക്കുന്നതോ വഴിപാട്. ഈ രോഗങ്ങളൊക്കെ കഴിയുമ്പോൾ യേശുവിന്റെ ദിവ്യ സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അല്ലാതെ 21 ഇരുന്നിട്ടോ 40 ഇരുന്നിട്ടോ. ഉണർവിൻ ദിനങ്ങൾ, വചനോത്സവം, നല്ല പേരുകളാണ്, ഞാൻ എഴുതുന്നില്ല. വചനമായി സ്തോത്രം. ഞാൻ എതിര് പറയുകയില്ല, അതൊക്കെ ആട്ടെ, നടത്തിപ്പനുസരിച്ച് പേരൊക്കെ എഴുതും. പക്ഷെ അവിടുത്തെ ദിവ്യ സ്വഭാവ ജീവിതത്തിൽ വരണം. ക്ഷമിക്കാനുള്ളൊരു മനസ്സ്, പൊറുക്കാനുള്ളൊരു മനസ്സ്, വിനയപ്പെടാനൊരു മനസ്സ്, അവിടുത്തെ ദിവ്യ സ്വഭാവം. സ്തോത്രം. നമ്മള് എല്ലാരും പാടുന്ന പാട്ടല്ലേ, യേശുവേ നിന്റെ രൂപമീ എന്റെ കണ്ണുകൾക്കെത്ര സൗന്ദര്യം, ശിക്ഷകാകുന്ന എന്നെയും അങ്ങേ പോലെയാകണം മുഴുവൻ, ശിക്ഷകാകുന്ന എന്നെയും അങ്ങേ പോലെയാകണം മുഴുവൻ. ബദനായ രാഗസാഹിബിനെ എഴുതപ്പെട്ട ഈടുത്ത വരികളാണ്. ശിഷ്യനാകുന്ന എന്നെയും അങ്ങേ പോലെയാകണം, നിന്നെ പോലെയാകണം മുഴുവൻ. ഞാൻ എന്നെ കേൾക്കുന്നവരോട് പറയാം, മുഴുവനാകണം എന്നുള്ളത് ആ ദൈവഗതി. മുഴുവനായില്ലെങ്കിലും കുറെയെങ്കിലും. ഇത് ഒറ്റ രാത്രി കൊണ്ട് സംഭവിക്കത്തുമില്ല. ഓരോ ദിനങ്ങൾ കഴിക്കുമ്പോൾ ആ ദിവ്യ സ്വഭാവ ജീവിതത്തിൽ പകർത്താം. ദൈവത്തിന് മകത്തും അങ്ങനെ പകർത്തിയാൽ നാം കൃതാർത്ഥരാണ്. അതെ, മുമ്പോട്ട് സമയത്തെ ഭയപ്പെടുന്നു. ഓരോ അധ്യായത്തിൽ ക്രിസ്തു തന്റെ അത്ഭുതം തന്റെ ദൈവമാണെന്ന് തെളിയിക്കുക. ഓർപ്പിച്ചല്ലോ, 4-ാം അധ്യായത്തിൽ അവന് സ്തോത്രം, ഇത് നിത്യജീവൻ കൊടുക്കുന്ന ദൈവം, ആത്മാവാകുന്ന ദൈവം. 3-ാം അധ്യായത്തിൽ നിത്യജീവന്റെ ദൈവം. 4-ാം അധ്യായത്തിൽ ആത്മാവാകുന്ന ദൈവം. 5-ാം അധ്യായത്തിൽ സകല ദീനങ്ങളും വ്യാധികളും പൊറുപ്പിക്കുന്ന ദൈവം. 6-ാം അധ്യായത്തിൽ സ്വർഗത്തിൽ നിറഞ്ഞു വന്ന ജീവന്റെ അപ്പമാണ് ദൈവം. സ്തോത്രം എന്ന് പറഞ്ഞാൽ നമുക്ക് പൂർണ്ണ തൃപ്തി വരുത്തുന്ന സ്വർഗീയ അപ്പം. 7-ാം അധ്യായത്തിൽ ആത്മ നിറവിനെ കൊടുക്കുന്ന സർവജ്ഞനായ ദൈവം. 8-ാം അധ്യായത്തിൽ ഇരുള് മൂടിയ ലോകത്തിൽ മനുഷ്യൻ വെളിച്ചം തേടി പരക്കം പായുക. അവിടുന്ന് വിളിച്ചു പറഞ്ഞു, ഞാനാണ് ലോകത്തിന്റെ വെളിച്ചം. 9-ാം അധ്യായത്തിൽ പുറവിലെ കുരുടനെ സൗഖ്യമാക്കിയ അത്ഭുതം കണ്ട ദൈവം. എന്റെ ഭാഷ പറഞ്ഞ ഏത് പഴക്കം എന്ന രോഗത്തിന് അവിടുന്ന് ആനന്ദം. ചില ആൾക്കാർ പറയാം, ഡോക്ടറെ കണ്ട് ഡോക്ടർ പറഞ്ഞത് ഒത്തിരി പഴകി പോയി, ഒത്തിരി പഴകി, ഇനിയിപ്പം ഇങ്ങനെ കൂടി കുറഞ്ഞു അങ്ങനെ നിൽക്കും. പിന്നെ ഒരു ദിവസം നമ്മളെ കൊണ്ട് ഇതങ്ങ്
അത് പൂർണ്ണമായിട്ട് മാറ്റും. അവിടുന്ന് അത്ഭുതങ്ങൾ അറിയോ? ഇത് ജന്മന ഉള്ളതാണ്, അത് പാരമ്പര്യം. അവരുടെ വലിയപ്പനും ഇത് തന്നെ ആയിരുന്നു തീരുമാനം. പക്ഷെ അപ്പോഴും അത്ര സീരിയസ് അല്ലെങ്കിൽ ജന്മന പാരമ്പര്യം, അതൊന്നും യേശുവിന്റെ വിഷയമല്ല. ഇത് സകല പാരമ്പര്യങ്ങളെ തകർക്കുന്നതാണ് അവിടുത്തെ ദൈവശക്തി. അപ്പോൾ പുറകിലെ കുരുടനെ സൗഖ്യമാക്കിയ അത്ഭുതങ്ങൾ ദൈവം. 10-ാം അധ്യായത്തിൽ നല്ല ഇടയനായ ദൈവം. സ്തോത്രം. നല്ല ഇടയൻ, ആളുകൾക്ക് വേണ്ടി ജീവനം കൊടുക്കുന്ന നല്ല ഇടയൻ. 11-ാം അധ്യായത്തിൽ 11-12 അധ്യായം ചേർത്ത് പഠിക്കുന്ന നാം കുറച്ചുകൂടെ നല്ലത്. ആ 11-ാം അധ്യായത്തിലെ വിഷയം ലാസറിനെ ഉയർപ്പിച്ച, മരിച്ചവരെ ഉയർപ്പിക്കുന്നത്. 12-ാം അധ്യായത്തിൽ എന്റെ ഭാഷ പറഞ്ഞാൽ പന്തിക്ക് ഇരുത്തുന്ന ദൈവം. 13-ാം അധ്യായം യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ അവിടെ പെസഹ അനുഷ്ഠിക്കുകയാണ്. 13-ാം അധ്യായം പെസഹ കാലുകഴുകൽ ശുശ്രൂഷയെല്ലാം അവിടെ. 14-ാം അധ്യായത്തിൽ തന്റെ അയൽവ ശിഷ്യന്മാരോട് വരാൻ പോകുന്ന കാര്യങ്ങളെല്ലാം വിളിച്ചറിയിക്കുക. 14 മുതൽ താഴോട്ട് പഠിക്കുമ്പോൾ ധാരാളം കാര്യങ്ങൾ യേശു അറിയിക്കുന്നു. ആ 14-ാം അധ്യായത്തിന്റെ പ്രാരംഭവാക്യമാണ് ഇന്ന് രാത്രി നമ്മൾ വായിച്ചത്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകണം. ഇനി 1-ാം അധ്യായം മുതൽ ഓടിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞ് ആ 14-ാം അധ്യായത്തിൽ ഹൃദയം കലങ്ങരുത്, അത് പറയാൻ കാര്യമെന്നാന്ന് ചില കാര്യങ്ങൾ സൂചിപ്പിച്ച് എന്റെ വാക്കുകൾ വിരമിക്കാനാണ് കർത്താവ് ശരണപ്പെടുന്നത്. അപ്പോൾ ദൈവദാസൻ പറഞ്ഞ സമയം ആഗ്രഹിക്കും. ഓർപ്പിച്ചല്ല, 1-ാം അധ്യായത്തിൽ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്. ആ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 29-ാമത്തെ വാക്യവും 35-ാമത്തെ വാക്യവും ഒന്ന് വായിച്ചാൽ സഹായിക്കണം. പിറ്റേന്നാൾ യേശു തന്റെ അടുക്കൽ വരുന്നത് അവൻ കണ്ടിട്ട്, ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. 35-ാം വാക്യം. പിറ്റേന്നാൾ യോഹന്നാൻ പിന്നെയും തന്റെ ശിഷ്യന്മാരിൽ 2 പേരുമായി അവിടെ നിൽക്കുമ്പോൾ കടന്നു പോകുന്ന യേശുവിനെ നോക്കിയിട്ട് ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്. യേശുക്രിസ്തുവിനെ കുഞ്ഞാടെന്നും ദൈവ കുഞ്ഞാടെന്നും അറക്കപ്പെട്ട കുഞ്ഞാടെന്നും യോഗ്യനായ കുഞ്ഞാടെന്നും ശ്രേഷ്ഠനായ കുഞ്ഞാടെന്നൊക്കെ അലങ്കാര ഭാഷയിൽ ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ വായിക്കുന്നത് ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ലോകപാപം ചുമക്കുന്ന ഒരുവനേ ഉള്ളൂ, നസ്രയനായ യേശുക്രിസ്തു. ഞാൻ മിക്കപ്പോഴും പറയാറുണ്ട്, ഈ വേദപുസ്തകം പഠിച്ചാൽ കുഞ്ഞാടിനെ പല നിലകളിൽ പരാമർശിക്കുന്നുണ്ട്, വിശദീകരിക്കുന്നില്ല. അമ്മയുടെ കൊടുക്കണം, അവിടെ നിന്ന് പറഞ്ഞത് അവൻ മുന്നിൽ കൊണ്ടുവന്നത്. അമ്മയുടെ കൊടുക്കുന്ന അമ്മ ബിസ്ക്കറ്റെല്ലാം കൊടുക്കും, ചൂടെടുത്താലും കാര്യം. അപ്പൊ അതിന്റെ വീട്ടിലോട്ട് വിളിക്കുകയാണെങ്കിൽ ഞാൻ പറയുന്ന കൊച്ചുങ്ങളെല്ലാം ഇത് 2 വരണം വരാൻ. സ്തോത്രം. നിങ്ങൾ അങ്ങോട്ട് നോക്കരുതല്ലോ, അപ്പൊ ശ്രദ്ധിക്കുക, യേശുക്രിസ്തുവിനെ കുഞ്ഞാട്, ദൈവ കുഞ്ഞാട് എന്ന് പല നിലകളിൽ ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. നിങ്ങൾക്കറിയാം, ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൽ ഒരു കുഞ്ഞാട് യാഗമായി തീർന്നു, ഇസഹാക്കിന് പകരം. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ ഒരു വീടിന് ഒരു ആട്ടുകുട്ടി വെച്ച് യാഗമായി തീർന്നു, അതിനെ അറുത്തു. അത് ഒരു കുടുംബത്തിന് വേണ്ടി മാത്രം. വീടൊന്നിന് ഒരാട്ടുകുട്ടി, അത് കുടുംബത്തിന് വേണ്ടി അറക്കപ്പെട്ട കുഞ്ഞാണ്. ഉൽപ്പത്തി 22 വ്യക്തിക്ക് വേണ്ടി അറക്കപ്പെട്ട കുഞ്ഞാണ്. ലേവ്യ പുസ്തകം 16-ാം അധ്യായം പഠിക്കുമ്പോൾ അസസ്യനെ ചീട്ട് വീടിനെ 2ാമതിയാണ് കൊണ്ടുവരുന്നത്. അതിൽ ഒരെണ്ണത്തിന്റെ ശിരസിലോട്ട് കൈയെല്ലാം കൂടെ വെച്ച് ചുമതലപ്പെട്ട ആ പുരോഹിതൻ കൈ വെച്ച് ഇസ്രായേൽ മക്കളുടെ മുഴുവൻ പാവവും അക്രമവും അനീതിയും കൂടെ ആ പാവം പിടിച്ച ആളിന്റെ തലയിലോട്ട് വെച്ച് നിയമിക്കപ്പെട്ട ഗുരുഹ കൈവശം ഇത് ഞങ്ങൾ കൊടുത്തു വിടുക. അതിതെല്ലാം കൂടെ വഹിച്ചുകൊണ്ട് പോവുക. അപ്പൊ ഇങ്ങനെ ചിന്തിച്ചു, അത് ഇസ്രായേൽ ഗോത്രങ്ങളുടെ പാവമെല്ലാം കൂടെ വഹിക്കുന്ന കുഞ്ഞാണ്. ഉൽപ്പത്തി 22-ൽ വ്യക്തിയുടെ ആ പാപത്തിന് പരിഹാരം വരുത്തുന്ന കുഞ്ഞാണ്. പുറപ്പാട് 12-ൽ കുടുംബങ്ങളുടെ പാപത്തിന് പരിഹാരം വരുത്തുന്ന കുഞ്ഞാണ്. ലേവ്യ 16-ൽ 12 ഗോത്രങ്ങൾക്ക് വേണ്ടി പാപം വഹിച്ചു പോകുന്ന കുഞ്ഞാണ്. എന്നാൽ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിലെ കുഞ്ഞാടിന്റെ വിശേഷത വ്യക്തിക്കും കുടുംബത്തിനും ഗോത്രത്തിനും മാത്രമല്ല, മുഴു ലോകത്തിന്റെ പാപം വഹിക്കുന്ന കുഞ്ഞാണ്. യേശുക്രിസ്തു മുഴു ലോകത്തിന്റെ പാപം വഹിക്കുന്നവനാണ്.
നീ ഒരു മതത്തിലോ കുലത്തിലോ കുടുംബത്തിലോ നിറത്തിലോ നിലവാരത്തിൽപ്പെട്ട വ്യക്തിയാണെന്നൊരു ദൈവത്തിന്റെ വിഷയമല്ല. മനുഷ്യനായുടെ ഈ മതവും ജാതി സ്പർദ്ധയൊക്കെ ഉണ്ടാക്കിയത് ദൈവത്തിന് നിന്നും വിഷയമാണ് അല്ലേ? ദൈവത്തിന് നിന്നും അങ്ങനെ ഇവിടെ തൊട്ടുകൂടായ്മ ഇതിന്റെ കൂടായ്മ പള്ളിക്കൂടത്തിൽ കയറ്റുകാരായിരുന്നു അല്ലേ? എല്ലാവരും ഒന്നും പള്ളിക്കൂടത്തിൽ കയറ്റുകയല്ല. പള്ളിക്കൂടത്തിൽ എല്ലാം പെങ്കൊച്ചു കയറിയെന്ന് പറഞ്ഞ് പള്ളിക്കൂടത്തിന് തീ വെച്ചു. അത് തിരുവനന്തപുരത്താണ്. സ്തോത്രം. നിങ്ങൾ ഉദ്ദേശിക്കുന്ന തീയല്ല. ഒരു പെൺകുട്ടിയെ പള്ളിക്കൂടത്തിൽ കയറ്റി ഇരുത്തിയെന്ന് പറഞ്ഞാൽ പള്ളിക്കൂടത്തിന് തീ വെച്ചു. കാരണം അയിത്തം കുമ്പനാടിനടുത്ത് പുല്ലാടും അതുപോലെ കണ്ട തീയൊപ്പമാണ്. അത് ഭാഗത്ത് ഇപ്പൊ പറയുന്നില്ല. സ്കൂളിൽ കയറ്റുകയല്ല, ഒന്നും ചിരിക്കാൻ അനുവദിക്കുകയല്ല, ഭക്ഷണം കഴിക്കാൻ അനുവദിക്കുകയല്ല, വസ്ത്രം ധരിക്കാൻ അനുവദിക്കുകയല്ല, പരിപാടി കൂടെ നടക്കാൻ അനുവദിക്കുകയല്ല. സംസ്കൃതം മിണ്ടിപ്പോകരുതെന്ന ആരാ നമ്മള് ഒക്കെ അവര് പറഞ്ഞോളും. നമ്മള് പാതതുപോലെ കേൾക്കരുത്. കേട്ടോ? അന്നേരം പടി കണ്ടിക്കും. ഇത്ര അകലം ദൂരത്ത് നടന്നോണം. അടുത്തേക്ക് ചെല്ലരുത്. അടുത്ത് ചെന്നാൽ വേറെ അടിയാം. ആടി കിട്ടാതിരിക്കാൻ അവർ കണക്കിട്ടിരിക്കുന്ന അടിക്ക് ദൂരെ നിന്നോണം. ഇതൊക്കെ വളരെ കാലമുണ്ടായി. സ്തോത്രം. അങ്ങനെ വല്ലാത്തൊരു അന്തരീക്ഷമാണ്. അതിനെല്ലാം മാറ്റം വന്നത് സുവിശേഷമാണ്. അപ്പോൾ ഈ സുവിശേഷം സകല മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരം വരുത്തുന്നത്. ഏത് കുലത്തിലും കുടുംബത്തിൽപ്പെട്ട വ്യക്തിയാണെങ്കിലും നിനക്ക് യേശുവിനെ ആരാധിക്കാം.